റിജു കാഞ്ഞുക്കരൻ, താങ്കളിലേക്കാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത്? ഇങ്ങനെ മതിയോ ഇനി ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ പോക്ക്? ഈ ജാമ്യം കിട്ടലായിരുന്നോ ഏറ്റവും വലിയ കാര്യം? ജാമ്യം കിട്ടിയതൊക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ, സഭയിൽ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളത് നടത്തിക്കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജാമ്യം ഞങ്ങൾ തന്നതുപോലെ എന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ, മറ്റുള്ളവരൊക്കെ നാടകം നടത്തുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇത് ഈ ജാമ്യം കൊണ്ട് തീർന്നോ? ഒരിക്കലുമില്ല. ജാമ്യം കിട്ടുക എന്നതല്ലല്ലോ പ്രശ്നം. കെട്ടിച്ചമച്ച കള്ളക്കേസിൽ കുടുക്കി 9 ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ട 2 അമ്മമാർ, അവരുടെ ജാമ്യ വ്യവസ്ഥകൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അവർ 50,000 രൂപ ബോണ്ടിലിറങ്ങുന്നു, അവരുടെ പാസ്പോർട്ട് കെട്ടിവയ്ക്കുന്നു, 2 ആഴ്ച കൂടുമ്പോൾ NIA കോടതിയിൽ ഹാജരാകേണ്ടി വരുന്നു. ആ കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്ത് പ്രതിഷേധവും ഇവിടെ നിരന്തരമായ ബന്ധപ്പെടലുകളും നടത്തിക്കൊണ്ടിരുന്ന വിശ്വാസ സമൂഹം മാത്രമല്ല, രാഷ്ട്രീയ ഭേദം LDF ആയാലും UDF ആയാലും എല്ലാവരും തന്നെ ശക്തമായ രംഗത്ത് വന്നതിനെ തുടർന്ന് ഇപ്പോൾ ജാമ്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം വേട്ടക്കാരൻ പറയുന്നു ഞങ്ങളാണ് ജാമ്യം കൊടുത്തതെന്ന് പറയുന്നത്. വേട്ടക്കാരൻ തന്നെയാണ് ജാമ്യം കൊടുത്തത് എന്നാണ് പറയുക. ഇവിടുത്തെ അമിത്ഷാ പറഞ്ഞ വാക്ക് അനുസരിച്ചു, പാലിച്ചു എന്ന രീതിയിൽ ഇവിടുത്തെ മെത്രാൻ സംഘത്തിലെ ചില മെത്രാന്മാരും ഇന്ന് ചില കമൻറ്റുകൾ പറയുന്നുണ്ടായി. അതിനെതിരെയും ഞങ്ങൾക്ക് നിലപാടുണ്ട്. കാരണം ഒരു അമിത്ഷാ പറഞ്ഞാൽ കേൾക്കുന്ന, അല്ല അമിത്ഷാ പറഞ്ഞതുകൊണ്ട് ജാമ്യം കൊടുക്കുന്ന ജഡ്ജാണോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഭരിക്കേണ്ടത്? അമിത്ഷാ പറഞ്ഞതുകൊണ്ട് ജാമ്യം കൊടുത്തു, അല്ല അമിത്ഷാ നാളെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്? ഈ സിസ്റ്റേഴ്സ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നതിനെക്കുറിച്ച്, ആരാണ് അവർക്കെതിരെ കേസ് എടുത്തതിനെക്കുറിച്ച് നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ഒന്നായിരിക്കാം. ഇവർക്കെതിരെ ആൾക്കൂട്ട വിചാരണ നടക്കുകയാണ് ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ. പോലീസ് കൈകെട്ടി നോക്കി നിൽക്കുന്നു. വെറും 3 പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഒരു FIR ആദ്യമേ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR കൊണ്ട് ഇവരെ അധികകാലം പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞ് പുതിയൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ ഹ്യൂമൻ ട്രാഫിക് ഉൾപ്പെടെയുള്ള നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുമ്പോൾ, ലേഡീസിൻ്റെ ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും കണക്ട് ചെയ്യപ്പെടുക പ്രോസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ്. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലേക്കാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഈ സിസ്റ്റേഴ്സ് അവിടെ ഈ കുട്ടികളുമായി കാണുന്നത് ആദ്യമായിട്ട് ആ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. കാരണം ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി, അവർക്കടെ നാട്ടിലുള്ള മറ്റു 2 കുട്ടികൾക്ക് ഇത്തരത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അവരുടെ അവസ്ഥ അത്ര ദയനീയമാണ് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെ ജോലിക്കായി കൊണ്ടുപോകാൻ തന്നെ വന്നത്. ആ ജോലിക്കായി കൊണ്ടുപോകാൻ വരുന്ന 2 കുട്ടികളെ ക്രൈസ്തവ കന്യാസ്ത്രീകൾ ആ ഉടുപ്പ്, അവരുടെ സഭാവസ്ത്രം ധരിച്ചെത്തിയത് കൊണ്ട് മാത്രം അവരെ വളഞ്ഞു വെച്ച് പരസ്യ വിചാരണ നടത്തുകയാണ്, സദാചാര പോലീസിങ്. അതിനുശേഷം പോലീസ് വരുന്നു. പോലീസ് വന്നിട്ട് പോലീസല്ല ചോദ്യം ചെയ്യുക, അവിടുത്തെ ബജ്രംഗദളിന്റെ നേതാവാണ്. അവരെ അടിക്കുന്നു, മർദ്ദിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നതനുസരിച്ച് മൊഴി മാറ്റി പറയണമെന്ന് പറയുന്നു. ഒരു കുട്ടി പേടിച്ച് മൊഴി മാറ്റി പറയേണ്ടി വരുന്നു. അതിനുശേഷം ആ കുട്ടി വീട്ടിൽ ചെന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, അതിൻ്റെ രേഖകൾ കൊടുക്കുന്നു, ഞാൻ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് ജോലിക്ക് പോകുന്നത്, അതിൻ്റെ രേഖകൾ കൊടുക്കുന്നു. ഇതെല്ലാം കൃത്യമായി പുറത്തു വന്നതിന് ശേഷം ഇവർ പറയുന്ന ഹ്യൂമൻ ട്രാഫിക്കും മതപരിവർത്തനവും, ഇവർ ക്രൈസ്തവ CSI വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്, അതുകൊണ്ട് മതപരിവർത്തനം എന്ന കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ BJP നേതൃത്വം വേട്ടക്കാരൻ്റെ റോളിൽ അവരുടെ BJPയുടെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് BJPയുടെ പോഷക സംഘടന, സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ അകത്താക്കപ്പെട്ട കന്യാസ്ത്രീകളെ രംഗത്തിറക്കാൻ അവർ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങളാണ് ഇത് പുറത്തിറക്കിയത്, അമിത്ഷാ MP മാർക്ക് നൽകിയ ഉറപ്പിന്റെ ബലത്തിലാണ് പുറത്തിറക്കിയത് എന്ന് പറയുന്നത് വേട്ടക്കാരൻ, ആ വേട്ടയാടി കിട്ടിയ
ബലിമൃഗത്തെ ഭക്ഷിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പുറത്ത് കതവ് തുറന്ന് വിട്ടതിന് തുല്യം ശരി, മാത്രമാണ്. ലിജു കാഞ്ഞിരക്കാരൻ, ഞാൻ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്.